ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സെക്കൻഡ് ഡേ വ്ളോഗാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഫസ്റ്റ് ഡേ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ സ്പീഡ് കൂടിപ്പോയി, ക്ലാരിറ്റി കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാക്സിമം ക്ലാരിറ്റി ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. മാക്സിമം നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. രാവിലെ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണൊക്കെ നീറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മിക്സിയുടെ പുറം ഒന്ന് തുടച്ച് വയ്ക്കുകയാണ്. എല്ലാ ദിവസവും അരച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ മിക്സിയുടെ പുറവും ആ സ്വിച്ച് ബോർഡിൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് തുടച്ച് ഇടാറുണ്ട് കേട്ടോ. ഇനി ആ കൗണ്ടർ ടോപ്പിൻ്റെ പുറം കൂടെ ഒന്ന് തുടച്ച് ഇട്ടതിന് ശേഷം നമുക്ക് ക്ലീനിങ്ങിലേക്ക് പോകാം. അപ്പോൾ ക്ലീനിങ്ങിന് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തുടയ്ക്കാനുള്ള തുണിയും പിന്നെ ക്ലീനിങ് ലിക്വിഡൊക്കെ ഉണ്ടാക്കി വെക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2-3 കഷ്ണം തുണികൾ എടുത്തിട്ടുണ്ട്. സാധാരണ കോട്ടൺ തുണിയാണ്. പിന്നെ ഒരു ക്ലീനിങ് ലിക്വിഡ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 ഡ്രോപ്പ് നമ്മളെ ഹാൻഡ് വാഷ് ലിക്വിഡ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ഒരു ബോട്ടിലിൽ ഒഴിച്ചെടുക്കുകയാണ്. പിന്നെ എനിക്കിവിടെ ഒരു സ്പ്രെയർ ഉണ്ടായിരുന്നു, അതിനെ ഞാൻ ഇവിടെ ബോട്ടിലിൽ അടച്ചെടുക്കുകയാണ്. പിന്നെ ഞാൻ ഇവിടെ കൗണ്ടർ ടോപ്പിൻ്റെ പുറത്ത് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ച് നോക്കുകയാണ് കേട്ടോ. സ്പ്രെയർ അടഞ്ഞിരിക്കുന്നോന്ന് അറിയാനും പിന്നെ ക്ലീൻ ആകുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയത്. പിന്നെ ഇതവിടെ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഇനി അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയാണ്. ഇന്ന് ഡൈനിങ് ഏരിയയും പിന്നെ നമ്മുടെ ബെഡ്റൂമുമാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ എന്താ ഫാനൊന്ന് തുടച്ചെടുക്കുകയാണ്. എനിക്കിത് മുകളിൽ കയറി നിന്ന് ഇങ്ങനെ തുടയ്ക്കുന്നതൊക്കെ ഭയങ്കര പേടിയുള്ള കാര്യമാണ്. സാധാരണ ഇത്തരം സാഹചര്യക്കൊന്നും ഞാൻ പോകാറില്ല. ഞാൻ മിക്കവാറും തറയിൽ നിന്ന് ഒരു ബ്രഷ് വെച്ച് തുടയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. നമ്മൾ തൂക്കുന്ന ബ്രഷില്ലേ, അതിൽ തോർത്തോ നനഞ്ഞ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് അങ്ങനെ എടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അതവിടെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് കയറി നിന്നാണ് തുടയ്ക്കുന്നത്. ഡൈനിങ് ടേബിളിൻ്റെ ഗ്ലാസ് പൊട്ടിപ്പോവോ അല്ലെങ്കിൽ തറയിൽ വീഴുവോ അങ്ങനെയൊക്കെ മനസ്സിൽ തോന്നും കേട്ടോ. ഫാനൊക്കെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം ചുവരിലൊക്കെ ഉള്ള മാറാലയൊക്കെ ഒന്ന് തട്ടിയെടുക്കുകയാണേ. ജനാലകളൊക്കെ ഒന്ന് തുറന്നിട്ടതിന് ശേഷം അവിടുത്തെ മാറാലകളും പൊടികളും ഒക്കെ ഒന്ന് തട്ടി എടുക്കണം. അതിനുശേഷം ഞാൻ ഒരു തുണി വെച്ച് തുടയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ പൊടിയൊക്കെ തട്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ ക്ലീനിങ് ലിക്വിഡ് ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഇതവിടെ ജനലിൻ്റെ കമ്പിയിലും ആ ജനലിൻ്റെ പടിയിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഒരു തുണി കൊണ്ട് ആ കമ്പികളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. ഇപ്പം പൊടിയൊക്കെ തട്ടിയത് കൊണ്ട് വലിയ അഴുക്കുണ്ടാവില്ല. ഇതിപ്പോൾ സ്പ്രേ ചെയ്തിട്ട് തുടയ്ക്കുമ്പോൾ തന്നെ നല്ല ക്ലീൻ ആയിക്കോളും. ഡൈനിങ് ഏരിയയിൽ തന്നെയാണ് ഞങ്ങൾ ടി വി വെച്ചേക്കുന്നത്. അപ്പോൾ അതും കൂടെ ഞാൻ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ടി വിയിൽ വലിയ പൊടിയൊന്നുമില്ല, ടി വി സ്റ്റാൻഡിൻ്റെ അവിടെയും വലിയ പൊടിയൊന്നുമില്ല കേട്ടോ. എങ്കിലും ഞാൻ പുറമേ ഒന്ന് തുടച്ചെടുക്കുകയാണ്. സ്റ്റാൻഡിൻ്റെ അടിയിലായിട്ട് കുറച്ച് ബോക്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ ഫോൺ വാങ്ങിച്ചതിൻ്റെ കവറും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഒന്ന് തുടച്ച് വയ്ക്കുകയാണ്. പിന്നെ ഞാൻ ഇപ്പോൾ എടുത്ത ആ ബോക്സ് ദേവുടിക്ക് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചേക്കുന്നതാണ്. വേസ്റ്റ് പേപ്പർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവൾ അതിലേക്ക് ഇട്ടോളും. ഇപ്പോൾ ടി വിയും സ്റ്റാൻഡും തുടച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ക്ലോക്ക് ഒന്ന് തുടച്ചെടുക്കുകയാണ്. ക്ലോക്ക് ഞാൻ ഇടയ്ക്കെടുത്ത് തുടച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒന്നുകൂടെ ഒന്ന് തുടച്ചെടുത്തതാണ്. പിന്നെ ആ ചുവരിൻ്റെ ആ ഒരു ലൈൻ ഉണ്ടായിരുന്നു, അവിടെയും കൂടെ ഒന്ന് തുടച്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ പൊടി ചെറുതായിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തുടച്ചെടുത്ത് കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഷോക്കേസ് ക്ലീൻ ചെയ്യുന്നതാണ്. കാരണം അതിൻ്റെ അകത്ത് കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണമല്ലോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ ഗ്ലാസ്സുകളൊക്കെ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ ഈ ഷോക്കേസിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെറുതെ ഷോക്കേസ് എന്തിനാണ് ഒഴിഞ്ഞിട്ടേക്കണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ, ജഗ്ഗും ഗ്ലാസ്സും ഒക്കെ. പിന്നെ ഒരു സൈഡിൽ ഈ ഗ്ലാസ്സുകളുടെ ആ ഒരു സെക്ഷനും പിന്നെ ഇപ്പുറത്തെ സൈഡിൽ മരുന്നുകളുമാണ് വെച്ചേക്കുന്നത്. ആദ്യം ഗ്ലാസ്സിന് പുറത്തുള്ള പൊടിയൊക്കെ തുടച്ചെടുത്തു. അതിനുശേഷം സ്പ്രേ ചെയ്തിട്ട് ഒന്ന് നനഞ്ഞ തുണി വെച്ച് ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്തത്. പിന്നെ അതിൻ്റെ അകത്തുനിന്ന് എടുത്ത സാധനങ്ങളൊക്കെ ഒന്ന് പൊടിയൊക്കെ തുടച്ച് അങ്ങ് തിരിച്ച് എടുത്ത് വയ്ക്കുകയാണ്. എല്ലാ സാധനങ്ങളും തുടയ്ക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും ഓരോന്നായിട്ട് തുടച്ച് അങ്ങ് വയ്ക്കുകയാണേ. അങ്ങനെ ഒരു സൈഡ് മൊത്തവും ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലുള്ള സാധനങ്ങളും കൂടെ ഞാൻ ഇനി വെളിയിലെടുത്ത് ഡൈനിങ് ടേബിളിൻ്റെ പുറത്തേക്ക് വെച്ചേക്കുവാണ്. എന്നിട്ട് അപ്പുറത്ത് ചെയ്തതുപോലെ തന്നെയാണ്. ആദ്യം പൊടിയൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം ഈ സ്പ്രേ ചെയ്തിട്ട് ഒരു തുണി വെച്ചിട്ട് ഒന്ന് തുടച്ച് എടുക്കുകയാണ്. അങ്ങനെ ആ സൈഡും തുടച്ച് സാധനങ്ങളൊക്കെ പറക്കി വെച്ചിട്ടുണ്ട്.
ഇനി പുറമേ ഉള്ള ഗ്ലാസ്സും കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് ഒന്ന് തുടയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലിക്വിഡ് നല്ലോണം ക്ലീൻ ആകുന്നുണ്ട്. പിന്നെ ഈ നമ്മൾ ഫാനിൽ നിന്നൊക്കെ തട്ടിയിട്ട പൊടിയൊക്കെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഡൈനിങ് ടേബിളിൻ്റെ പുറത്താണ് നമ്മൾ ഒരു ബോക്സ് വെച്ചിട്ടുള്ളത്. അപ്പം അതും കൂടെ ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ വാഷ് ബേസിനും കൂടെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ വാഷ് ബേസിൻ്റെ മുകളിലുള്ള മിററും കൂടെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ഡൈനിങ് ഏരിയയൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു സ്വിച്ച് ബോർഡും കൂടെ നമുക്ക് തുടയ്ക്കാനുണ്ട്. അവിടെ ഒരു സ്വിച്ച് ബോർഡേ ഉള്ളൂ, അതും കൂടെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അവിടുത്തെ ക്ലീനിങ്. അങ്ങനെ ഒരു ഏരിയ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബെഡ്റൂമിലേക്കാണ് അടുത്ത് പോകുന്നത്. ബെഡ്റൂമിൽ ഞാൻ തട്ടിക്കുടന്നൊന്നും ഇട്ടിട്ടില്ല. രാവിലത്തെ അതുപോലെ തന്നെ അങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ബെഡ്ഷീറ്റ് മാത്രമേ മടക്കി ഇട്ടിട്ടുള്ളൂ. പിന്നെ മുകളിൽ തട്ടിൽ കുറച്ച് ബോക്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് പെയിൻറ്റുകളും പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്നും ഞാൻ എടുത്ത് മാറ്റുന്നില്ല കേട്ടോ. അതൊക്കെ എടുത്ത് മാറ്റാൻ പിന്നെ ഭയങ്കര പണിയാണ്. അതുകൊണ്ട് ഞാനത് തൊടുന്നേ ഇല്ല. ആദ്യം തന്നെ ജനാലകളൊക്കെ ഒന്ന് തുറന്നിടുവാണേ. കാറ്റും വെളിച്ചമൊക്കെ റൂമിൻ്റെ അകത്തൊന്ന് കയറട്ടെ. പിന്നെ നമ്മുടെ ഈ തലേണയൊക്കെ എടുത്ത് ഒന്ന് മാറ്റി വയ്ക്കണം. തലേണയും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം വേണം എന്താ ഇവിടെയൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. നമ്മളെ ബെഡ്റൂമിൻ്റെ അകത്ത് സ്റ്റോറേജ് സ്പേസ് ഇത്തിരി കുറവാണേ. അതുകൊണ്ട് സാധനങ്ങളൊക്കെ അവിടെ അവിടെയൊക്കെ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. മക്കളുടെ ബുക്സും ടോയ്സും എല്ലാം ഈ റൂമിൻ്റെ അകത്ത് തന്നെയാണ് കേട്ടോ. അവർ പിന്നെ വേറെ റൂമും ഉപയോഗിക്കാറുമില്ല. ഏറ്റവും കൂടുതൽ മെസ്സി ആവുന്നതും ഈ ബെഡ്റൂം തന്നെയാണ് കേട്ടോ. ബെഡിൻ്റെ പുറത്തുനിന്ന് എടുത്ത ബെഡ്ഷീറ്റ് ഇതാ അവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ പുറത്തേക്ക് കൊണ്ടുവന്ന് വിരിച്ചിടുവാണേ. അതിലൊന്നും പൊടിയടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ ബെഡ്ഷീറ്റ് ഞാൻ പിന്നെ എടുത്ത് അങ്ങ് കഴുകും കേട്ടോ. ആദ്യം ഫാനൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കുകയാണ്. ഫാനിൽ വലിയ പൊടിയൊന്നുമില്ല, എങ്കിലും ചെറുതായിട്ടൊന്നും തട്ടിയെടുക്കുകയാണ്. ഇത് പിന്നെ എനിക്ക് അങ്ങനെ പിടിച്ചൊന്നും തുടയ്ക്കാനൊന്നും പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരു ബ്രഷ് ഉപയോഗിച്ച് തുണി വെച്ച് തുടയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. എല്ലായ്പ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഒരു പഴയ ഒരു കരമ്പനടിച്ച തോർത്താണ് കേട്ടോ. അപ്പോൾ അതെടുത്ത് നമ്മളെ തൂക്കുന്ന ബ്രഷിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, കെട്ടി വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ ഫാനൊക്കെ തുടച്ചെടുക്കുന്നത്. കൈ കൊണ്ട് തുടയ്ക്കും പോലെ വൃത്തിയാവില്ലെങ്കിലും ഏകദേശമൊക്കെ ഒന്ന് വൃത്തിയായി വരും കേട്ടോ. ഫാനൊക്കെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്തതിന് മാറാല തട്ടുന്ന പണിയാണ് കേട്ടോ. ജനാലയും ചുവരുമൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കുകയാണേ. പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ ജനാലയിലേക്ക് നമ്മുടെ ക്ലീനിങ് ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണേ. ഒരു തുണിയും കൂടെ വെച്ച് തുടയ്ക്കുമ്പോൾ തന്നെ നല്ല നീറ്റായിട്ടുണ്ടാകും കേട്ടോ. അഴികളുടെ ഇടയിൽ തുടയ്ക്കുന്നതുകൊണ്ട് തന്നെ ഇത്തിരി സമയമെടുത്ത് തുടയ്ക്കേണ്ടി വരും. ഇനി അലമാരകളും സ്വിച്ച് ബോർഡും കൂടെ മാത്രമേ ഉള്ളൂ കേട്ടോ തുടയ്ക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ അലമാരയുടെ ഗ്ലാസ്സിലേക്ക് എപ്പോഴും അഴുക്കുണ്ടാകും കേട്ടോ. അവരെപ്പോഴും തൊടുകയും പിന്നെ എന്തെങ്കിലുമൊക്കെ പൊട്ടോ എന്തെങ്കിലുമൊക്കെ വെച്ച് തേക്കുമ്പോഴത്തേക്കും അതങ്ങനെ ഒരു പാടായിട്ട് അവിടെ ഉണ്ടാവും. ഒരുപാട് നനഞ്ഞ തുണികൾ ഉപയോഗിച്ച് അലമാരയുടെ ഡോറൊന്നും തുടയ്ക്കാൻ പാടില്ല കേട്ടോ. ഈ തടി അലമാരയുടേത് തുണി പിഴിഞ്ഞാണ് തുടയ്ക്കുന്നതെങ്കിൽ ഒരു ഉണങ്ങിയ തുണിയും കൂടെ വെച്ച് നല്ലവണ്ണം ആ ഈർപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. ബാക്കിയുള്ള 2 അലമാരയും കൂടെ ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ തുടച്ചെടുക്കുന്നത്. പിന്നെ ആ തട്ടിൻ്റെ പുറത്തുള്ള ആ പൊടികളൊക്കെ ഞാൻ നേരത്തെ മാറാല അടിച്ചപ്പോഴത്തേക്കും തട്ടിക്കളഞ്ഞതാണ്. മക്കളുടെ ബുക്കുകളൊക്കെ ഇതുപോലുള്ള ബോക്സുകളിലാക്കിയാണ് ഞാൻ വച്ചേക്കുന്നത്. ഇനി അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം അതിൻ്റെ പുറവും കൂടെ ഒന്ന് തുടച്ചെടുക്കണം. ആദ്യം ഞാൻ ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കുകയാണ്. എന്നിട്ട് ആ ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ടേബിളിൽ നിന്ന് എടുത്ത് മാറ്റിയ സാധനങ്ങളൊക്കെ തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ കൊണ്ടുവന്ന് വയ്ക്കുകയാണേ. ഇതിനോടൊപ്പം തന്നെ ഞാൻ ആ ബെഡും കൂടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടകളിലൊക്കെ നമ്മൾ എപ്പോഴും തുടയ്ക്കുന്നതല്ലല്ലോ. അപ്പോൾ വല്ലപ്പോഴും ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്തായിരിക്കും ഇവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നത്.
ബെഡിൻ്റെ പുറം കൂടെ ഒന്ന് തട്ടിക്കുടഞ്ഞിടുകയാണ്. തറയൊക്കെ ഒന്ന് തൂത്ത് തുടക്കുന്നതിന് മുമ്പ് മക്കളുടെ ടോയ്സും പിന്നെ ഒരു ബാസ്ക്കറ്റും കൂടെ എടുത്ത് ഞാൻ കട്ടിലിൻ്റെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജനലിൻ്റെ ഡോറ് തുടച്ചിട്ടില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോയിട്ട് നമ്മുടെ മോപ്പ് എടുത്തിട്ട് ജനലിൻ്റെ ഡോറും കൂടെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി തറയൊക്കെ ഒന്ന് തൂത്ത് എടുത്താൽ മതി. അപ്പോൾ ഒന്ന് അടിച്ച് വാരിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ബെഡ്റൂമിലെ ക്ലീനിങ്ങും കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.